ഫെബ്രുവരി 21 പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത ആളുകൾ ഈ പട്ടികയിൽ പേര് വന്നതിൽ തിരുത്തേണ്ടത്, ഇതിനാവശ്യമായത്ര സമയം നിശ്ചയിക്കണം. ഞങ്ങൾ പൊതുവെ പറയുന്നത് 2 ആഴ്ച സമയമെങ്കിലും ഈ തിരുത്തലിന് വേണ്ടി, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം അനുവദിക്കണം. ഇവിടെ ഈ പഴയ പൗരത്വ നിയമത്തിൻ്റെ ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും വോട്ടർ പട്ടിക പരിഷ്കരണം ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ SIR നടപ്പിലാക്കൽ വോട്ടവകാശം സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. അനർഹരായ വോട്ടർമാരെ ഉൾപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഈ പട്ടിക പരിശോധിച്ച് നോക്കുന്ന സമയത്ത് പല സംസ്ഥാനങ്ങളിലുമുള്ളവർ ഈ പട്ടികയിൽ കടന്നു വന്നിട്ടുണ്ട്. എങ്ങനെ വന്നു എന്നുള്ളത് ആരും അതിന് ഉത്തരം പറയുന്നില്ല. എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല. കേരളത്തിന് വെളിയിലുള്ളവർ ഈ പട്ടികയിൽ സ്ഥാനം വിടുക. ചില വോട്ടർമാരുടെ പേരും മറ്റ് നമ്പറും എല്ലാം വെച്ചിട്ട് പരിശോധിക്കുമ്പോൾ, ഓൺലൈൻ ഈ പുതിയ സംവിധാനം ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ പകരം വേറെ ആളുകളുടെ പേരാണ് ലിസ്റ്റിൽ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒട്ടനവധി അപാകതകൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ആ അപാകതകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഈ ഫെബ്രുവരി 2 ഇപ്പോൾ ഫെബ്രുവരി 2 ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൻ്റെ മുമ്പിൽ തിരുവനന്തപുരത്തും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലുള്ള ഓഫീസുകളുടെ മുമ്പിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി മാർച്ച് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരമൊരു നിലപാടാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇത് എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അവരുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജാഗരൂകരാകണം. അതിന് സഹായകരമായ നിലപാട് ചെയ്യും. ഒരു പൗരന്റെ അവകാശമാണത്. ആ അവകാശം നിഷേധിക്കാൻ പാടില്ല. പൗരന്റെ അവകാശം എന്നുള്ള നിലയിൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉണ്ടാവുകയാണ് വേണ്ടത്. ഇപ്പോൾ ഫെബ്രുവരി 21 വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ആ പ്രസിദ്ധീകരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടാത്ത പേരുകൾ ഉൾപ്പെടുത്തുന്നതിനും അതിൻ്റെ തെറ്റുകൾ തിരുത്തുന്നതിനും ആവശ്യമായ സന്ദർഭം ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കണം. ഇത്തരമൊരു പ്രശ്നമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനക്ഷേമ നടപടികളും വികസന പ്രവർത്തനങ്ങളും ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിട്ടുള്ള കേരള ബജറ്റ്. എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തി ജനങ്ങളുടെ സംരക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു നിലപാടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി. അത് ഒരു പ്രഖ്യാപനം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ വന്ന ഒരു ജോലിയല്ല. 4 വർഷക്കാലത്തെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി അതിദാരിദ്ര്യത്തിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് നിശ്ചയിച്ച് ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടിയുള്ള വിവിധ നടപടികൾ സ്വീകരിച്ച് അതിദാരിദ്ര്യം ഒഴിവായി. ഈ അതിദാരിദ്ര്യത്തിൽ പെട്ടുപോയ കുടുംബങ്ങൾ ഒരു കാരണവശാലും അതിദാരിദ്ര്യത്തിൽ നിന്ന് താഴേക്ക് പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതിദാരിദ്ര്യം അവസാനിച്ചു കഴിഞ്ഞു. അവരൊരു കാരണവശാലും ഇനി അതിദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴാൻ പാടില്ല. അതിനാവശ്യമായ സംരക്ഷണ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ്. ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുടെ കൂടി ഭാഗമായി വരുന്നതാണ്. അതിദാരിദ്ര്യം അവസാനിച്ചതുകൊണ്ട് ദാരിദ്ര്യം പൂർണ്ണമായി കേരളത്തിൽ ഇല്ലാതായിട്ടില്ല. ദാരിദ്ര്യം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ വരുമാനം വേണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഒരു പരിപാടി, ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഒരു പരിപാടി, അത് ഈ തുടർന്നുള്ള കേവല ദാരിദ്ര്യം ഉൾപ്പെടെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ മുഴുവൻ വ്യക്തികൾക്കും തൊഴിൽ ലഭ്യമാക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതിനുള്ള ഉത്തരവാദിത്വമാണ് നോളജ് എക്കോണമി മിഷൻ എന്ന നിലയിൽ കേരളത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന പദ്ധതി. ഏത് മേഖലയിലാണോ തൊഴിൽ വേണ്ടത് അവിടെ തൊഴിലാളികളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്.
തൊഴിൽ പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ ഏത് ആവശ്യത്തിന് തൊഴിൽ പരിശീലകരില്ലെങ്കിൽ അവർക്ക് പരിശീലനം നൽകി നൈപുണ്യ വികസനം എന്നുള്ള നിലയിൽ പദ്ധതി വികസിപ്പിച്ച് അവർക്കെല്ലാം സഹായകരമായ തൊഴിൽ നേടുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ട് പോവുകയാണ്.